എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 19 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതിനും അതുപോലെ തന്നെ താൽക്കാലിക അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഈ ഒരു ജൂൺ 19 വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു 20 തീയതിയാണ്, അതായത് ജൂൺ 20 അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിലും അല്ലെങ്കിൽ താല്പര്യം ഇല്ല എങ്കിലും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷനായാലും പെർമനൻറ്റ് അഡ്മിഷനായാലും വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് വിദ്യാർത്ഥികൾ ആ ഒരു ടെമ്പററി ആണോ പെർമനൻറ്റ് അഡ്മിഷനാണോ എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് 1418 രൂപയാണ്, അതുപോലെ SC/ST വിഭാഗക്കാർക്ക് 50 രൂപയുമാണ് ഫീസായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, അതായത് അഡ്മിഷൻ മോഡ് എന്താണ്, ടെമ്പററി ആണോ പെർമനൻറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഒന്നാം ഓപ്ഷനോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ സംതൃപ്തിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലോ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മോഡ് സെലക്ട് ചെയ്യാം. നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ്, അത് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കുന്നു, അതിനുശേഷം ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നോ VHSC, THSLC, CBSE, CISE അതുപോലെയുള്ള ബോർഡുകളിൽ നിന്ന് ഒഴികെയുള്ള ക്വാളിഫിക്കേഷൻ നേടിയുള്ള വിദ്യാർത്ഥികൾ MG യൂണിവേഴ്സിറ്റി നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കേരളത്തിന് പുറത്ത് +2 പഠിച്ചവർ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SC/ST വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ SC/BC വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, അതായത് OBC ഒക്കെ ഉൾപ്പെടുന്നവർ SC/BCയിലാണ് വരിക, അവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതായത് 12 മാസം, അതായത് ഒരു വർഷത്തിനുള്ളിൽ വാലിഡിറ്റി കഴിയാതെയുള്ള ആ ഒരു സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ EWS വിഭാഗക്കാർ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടി വരിക. അതുപോലെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റോ വെയിറ്റേജോ മറ്റോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ എടുത്തുകൊണ്ട് വേണം അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്നതിനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ഒരു കാര്യം നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അത് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അതായത് ഹൂ റീറ്റൈൻ ഹയർ ഓപ്ഷൻസ് നീഡ് നോട്ട് പേ എനി ഫീ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾ ഇനി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതായത് അഡ്മിഷനായിട്ട് ബാക്കി ഫീ പേയ്മെൻറ്റ് വല്ലതുമുണ്ടെങ്കിൽ അത് അടക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഹൗവർ ഇൻ ദ third allotment they should remit fee applicable to the program secured in the higher option and if not secured they should remit the ഫീ ആപ്ലിക്കബിൾ ദ പ്രോഗ്രാം സെക്യൂർ പ്രീവിയസ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തി നിങ്ങൾ നിലവിലെ കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അഡ്മിഷൻ ടൈമിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടക്കേണ്ട ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതല്ല. അത് നിങ്ങൾ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക്, അതായത് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആകെ 50 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ജൂൺ 20 മുതലാണ്. അതായത് 20 നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ചെയ്യാൻ സാധിക്കുക, അല്ലാതെ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷന് താഴെയുള്ള മറ്റ് ഓപ്ഷനുകളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ലഭിച്ച ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്.
ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ നേടുന്നതെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ നിങ്ങൾ ഉറപ്പാക്കണം. അപ്പോൾ ഉറപ്പാക്കിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രവേശനം എടുക്കുന്ന വിദ്യാർത്ഥികൾ തെളിവിനായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. അത് നിങ്ങൾ ടെമ്പററി ആയിട്ടാണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ കൺഫേം ആക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.